ഒരു ദിവസം 2 നേരമാക്കി കൊടുത്താൽ മതി. ഒന്ന് അങ്ങോട്ടാക്കി കഴിഞ്ഞാല് പിന്നെ കുറച്ച് കഴിഞ്ഞാൽ ഒന്ന് ഇങ്ങോട്ടാണ് ആക്കി കൊടുക്കാം. അതെ അതെ അതെ. ഒന്ന് ഇങ്ങനെ ഡേറ്റ് 21 ഒരു കൊടുക്കാം. അല്ലെങ്കിൽ കോഴി എന്നുണ്ടെങ്കിൽ അതിന്റെ പേര് നാടൻ നിങ്ങൾ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. കടലാസ് മനസ്സിലാണ് നല്ലത്. കോഴിമുട്ട ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ചെരിച്ച് വെച്ച് കൊടുക്കാം. അപ്പൊ നമുക്ക് ഇവിടെ എയർസെല്ല് കാണാൻ പറ്റും, ചെറുതായിട്ട് ഒരു എയർസെല്ല് കാണാൻ പറ്റും. അപ്പൊ നമ്മളെ വീട്ടിലൊക്കെ കോഴികൾക്ക് ഇപ്പൊ എത്ര മുട്ട വെക്കാൻ കഴിയും? മാക്സിമം പോയി കഴിഞ്ഞാൽ 10 മുട്ട അല്ലേ? ഇപ്പൊ ഇതുപോലെ ഒരു ഇൻക്യുബേറ്റർ ഉണ്ടെങ്കിൽ നമുക്ക് 60 മുട്ട വരെ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് വിരിയിച്ചെടുക്കാൻ പറ്റുന്ന ഒരു ഇൻക്യുബേറ്റർ ആണ് ഇത്. ഇതൊരു മാനുവൽ ടൈപ്പ് ആണ്. ഇതിന്റെ സെമി ഓട്ടോമാറ്റിക് ഉണ്ട്, അതായത് ഫുൾ ഓട്ടോമാറ്റിക് ഒക്കെ ചെയ്ത് കൊടുക്കുന്ന ഒരു സ്ഥലത്താണുള്ളത്. ഇന്ന് നമ്മൾ എത്തിയിട്ടുള്ളത് എന്റെ സുഹൃത്ത് മജീദിന്റെ വീട്ടിലാണ്. ഇതൊക്കെ ഇവിടെ ഉണ്ടാക്കി വെച്ച ഇൻക്യുബേറ്റർ ആണ്. ഇവിടെ 60 കോഴിമുട്ട വെക്കുന്ന മാനുവൽ ഇൻക്യുബേറ്റർ ഉണ്ട്, സെമി ഓട്ടോമാറ്റിക് ഇൻക്യുബേറ്റർ ഉണ്ട്, ഓട്ടോമാറ്റിക് ഇൻക്യുബേറ്റർ ഉണ്ട്, പിന്നെ 100 കോഴിമുട്ട വെക്കുന്ന മാനുവൽ ഇൻക്യുബേറ്ററുകളുണ്ട്. എൻ്റെ പേര് അബ്ദുൽ മജീദ്. എൻ്റെ വീട് വരുന്നത് മലപ്പുറം കോട്ടക്കൽ കുറുകത്താണി എന്ന സ്ഥലത്താണ്. ഞാൻ 4 വർഷമായിട്ട് ഇൻക്യുബേറ്ററിൽ നിർമ്മിച്ച് കൊടുക്കുന്നുണ്ട്. എത്ര മുട്ട വരെ വെക്കാൻ പറ്റുന്ന ഇൻക്യുബേറ്റർ? 60 കോഴിമുട്ട വെക്കുന്നുണ്ട്, 100 കോഴിമുട്ട വെക്കുന്നതൊക്കെ ഉണ്ട്. മജീദ് ഭായ്, ഇതിപ്പോ ഏറ്റവും കൂടുതൽ ആളുകൾ വാങ്ങണത് ആരൊക്കെയാണ്? ഇത് സാധാരണ വീട്ടിലെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് ഇൻക്യുബേറ്റർ ഉപയോഗിക്കുന്നത്. നമ്മള് അതെ 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 അതെ. കോഴിക്ക് എടുത്ത് എണീറ്റ് പോകല്ലോ, അപ്പൊ എനിക്ക് പകരമായിട്ട് ഉപയോഗിക്കാൻ ഏറ്റവും നല്ലതാണ്. ഏതൊക്കെ മോഡൽ ഒന്ന് കാണിച്ചു തരായിരുന്നു? ഇതാണ് 60 കോഴിമുട്ട വെക്കുന്ന ഇൻക്യുബേറ്റർ. ഈ ഇൻക്യുബേറ്റർ എങ്ങനെയാണ് കോഴിമുട്ട വെക്കുന്നത് എന്ന് പ്രവർത്തനമാണ് കാണിക്കുന്നത്. ആദ്യം നമ്മളിതില് ന്യൂസ് പേപ്പർ വിരിക്കുക, അതിന് ശേഷം നെറ്റ് വെക്കുക, പിന്നെ കോഴിമുട്ട നിരത്തി വെക്കുക, പിന്നെ നമ്മള് ഈ ഒരു പാത്രത്തിൽ വെള്ളം ഒഴിച്ചെടുക്കുക. ഇത് നമ്മളൊരു ഈ കമ്പി നിൽക്കുന്ന അളവരെ വെള്ളം ഒഴിച്ചെടുക്കുക. കുറവിനനുസരിച്ച് കൂട്ടി കൊടുക്കുക. നമ്മളെ ഹ്യൂമിഡിറ്റിക്ക് വേണ്ടിയിട്ടാണ് ഇതിൽ വെള്ളം വെക്കേണ്ടത്. പിന്നെ ചൂടിന് വേണ്ടിയിട്ട് ബൾബ് ഉണ്ട്, പിന്നെ ഇതിന് സെൻസർ ഉണ്ട്. സെൻസറാണ് ചൂട് നോക്കുന്നത്. അതെ അതെ. 2 ഫാൻ ഉണ്ട്, പിന്നെ അഡീഷണൽ റിലേ കൊടുത്തിട്ടുണ്ട്, സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് റിലേ കൊടുത്തിട്ടുണ്ട്. പിന്നെ അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള വാറും കാര്യങ്ങളൊക്കെ ഇതിന് കണക്ഷൻ കൊടുത്തിട്ടുള്ളത്. എല്ലാ മുട്ട വെക്കാം. കാടമുട്ട വെക്കാം, താറാമുട്ട വെക്കാം, ഗിനിക്കോയിന്റെ മുട്ട വെക്കാം, എല്ലാ മുട്ട വെക്കാൻ പറ്റും. ഇത് റേറ്റ് വരുന്നത് 1600. 1600 രൂപക്കാണ് നമ്മള് ഇത് കൊറിയർ അയച്ചെടുക്കുമ്പോൾ സെപ്പറേറ്റ് അല്ലേ? കൊറിയർ അയച്ചെടുക്കുമ്പോൾ 100 രൂപ കൊറിയർ ചാർജ് വരും. പിന്നെ 1 ഇയർ വാറണ്ടി ഉണ്ട്. ഇതിപ്പോ ഏറ്റവും ചെറിയ മോഡലാണ് 60 മുട്ട. 60 കോഴിമുട്ട വെക്കുന്നുണ്ട്. അതെ അതെ. ഇതാകുമ്പോ അത്യാവശ്യം നല്ല ചൂട് നിൽക്കും. പിന്നെ പറഞ്ഞ കറണ്ട് ബില്ലാവുള്ളൂ. കറണ്ട് പോലെ ഒരു 10 മണിക്കൂർ വരെയൊക്കെ ചൂട് നിൽക്കും. അതെ. പിന്നെ ഇതേ മോഡൽ തന്നെയല്ലേ ഇത് വലുതൊക്കെ ഉള്ളത്? 100 കോഴിമുട്ട വെക്കുന്ന ഇതേ മോഡൽ തന്നെ. പ്രവർത്തനമൊക്കെ ഇതേ മോഡൽ തന്നെ. ഒരു 2 ബൾബ് ഉണ്ടാവും. 2 ബൾബ് ഉണ്ടാവും. അതെ അതെ. ഒരു ബൾബേ ഉള്ളൂ. അതെ അതെ അതെ. ഇതാണ് 100 കോഴിമുട്ട വെക്കുന്ന ഇൻക്യുബേറ്റർ. ഇതില് നമുക്ക് ഏകദേശം 100-120 കോഴിമുട്ട വരെ വെക്കാൻ പറ്റും. നമ്മളിതിൽ കോഴിമുട്ട വെക്കാന്നുണ്ടെങ്കിൽ ആദ്യം ന്യൂസ് പേപ്പർ വിൽക്കുക, അതിന്റെ മുകളിൽ നെറ്റ് വെക്കുക. 60 കോഴിമുട്ടയിൽ കണ്ട മരിക്കാൻ നമ്മള് കോഴിമുട്ട നിരത്തി വെക്കുക, കണക്ഷൻ കൊടുക്കുക. പിന്നെ ഇത് കണക്ഷൻ കൊടുക്കാതെ യാർഡിന്റെ അഡാപ്റ്റർ ഉണ്ട്. പിന്നെ ഇതില് നമ്മൾ വെള്ളം ഒഴിച്ചെടുക്കുക, ഈ കമ്പിന്റെ അളവ് വരെ വെള്ളം ഒഴിച്ചെടുക്കുക. ക്ലീൻ ചെയ്യണം. ഇത് നമ്മള് ആദ്യം നമ്മള് നെറ്റ് എടുക്കുക, ക്ലീൻ ചെയ്യുക, പിന്നെ ന്യൂസ് പേപ്പർ ഒഴിവാക്കുക, ക്ലീൻ ചെയ്യുക. ഇതില് നോട്ടീസ് ഉണ്ട്. ഇതില് ഫുള്ള് കാര്യങ്ങളുണ്ട്, എങ്ങനെ കോഴിമുട്ട വെക്കേണ്ട കാര്യങ്ങളൊക്കെ ഇതിലുണ്ട്. ഫുൾ അതിലുണ്ട്, എങ്ങനെ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ അതിലുണ്ടാവും. ഇത് 1 ഇയർ ഗ്യാരണ്ടി ഉണ്ടോ? 1 ഇയർ ഗ്യാരണ്ടി ഉണ്ട് കേട്ടോ. എന്ത് കംപ്ലൈന്റ് ഉണ്ടെങ്കിലും നമുക്ക് ചെയ്ത് കൊടുക്കാം. ഇതാണ് 60 കോഴിമുട്ട വെക്കേണ്ട ഇൻക്യുബേറ്റർ. ഇത് നമ്മൾ സാധാരണ ഇങ്ങനെ എല്ലാ കോഴിമുട്ടകളും കൈ തട്ടുന്ന രീതിയിൽ ചെറുതായിട്ട് ഇളക്കി കൊടുക്കണം. അതിൽ നിന്ന് വ്യത്യസ്തമാണ് ഇത് സെമി ഓട്ടോമാറ്റിക് ഇൻക്യുബേറ്റർ ആണ്. ഇതിൽ നമ്മൾ ഇളക്കി കൊടുക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് കോഴിമുട്ട ഒന്ന് വലിച്ചു കൊടുത്താൽ മതി. ജസ്റ്റ് ഒന്ന് കമ്പി വലിച്ചു കൊടുത്താൽ മതി. ഇതിന്റെ പരിപാടി കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒന്നിങ്ങനെ കമ്പി ഒന്നിങ്ങനെ വലിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ എല്ലാ കോഴിമുട്ട തിരിയും. അതെ അതെ അതെ. എല്ലാ കോഴിമുട്ട തിരിയും. അതെ അതെ. ഇത് നമ്മൾ ഒരു ദിവസം 2 നേരമാക്കി കൊടുത്താൽ മതി. അതെ അതെ അതെ. അതെ അതെ അതെ.
അപ്പൊ ഈ സെമി ഓട്ടോമാറ്റിക് ഇതിപ്പോ എന്താ റേറ്റ് വരുന്നത്? ഇത് റേറ്റ് വരുന്നത് 1,800 റേറ്റ്. ഇത് റേറ്റ് വരുന്നത് 1,600. ഇതിപ്പോ 60 കോഴിമുട്ട വെക്കുന്ന മാനുവൽ ഇൻക്യുബേറ്റർ, സെമി ഓട്ടോമാറ്റിക് ഇൻക്യുബേറ്റർ ആണ്. ഇത് നമ്മുടെ ലിവർ ടൈപ്പ് ആണ്, കംപ്ലീറ്റ് വലിക്കുന്ന ടൈപ്പാണ്. ഇതിൽ നിന്ന് വ്യത്യസ്തമാണ് ഓട്ടോമാറ്റിക് ഇൻക്യുബേറ്റർ, ഫുൾ ഓട്ടോമാറ്റിക്. ഇത് ഓട്ടോമാറ്റിക് ആയിട്ട് കോഴിമുട്ട തിരിയും. ഇതിനകത്തൊരു മോട്ടർ ഉണ്ട്. ഈ മോട്ടർ ഓരോ 3 മണിക്കൂർ കൂടുമ്പോഴും ഓട്ടോമാറ്റിക് ആയിട്ട് തിരിയും. അപ്പൊ നമ്മള് മാനുവൽ കണ്ടത് ഇങ്ങനെ നമ്മള് വലിക്കുന്നത് കമ്പിയായിട്ട് അല്ലേ? അതെ അതെ അതെ. ഈ മോട്ടറിന് അതേ പ്രവർത്തനം തന്നെ അല്ലേ? അതെ അതെ. അങ്ങോട്ടും ഇങ്ങോട്ടോ 3 മണിക്കൂറിൽ അത് സെറ്റ് ചെയ്തിട്ടുള്ളത്? അതെ അതെ, 3 മണിക്കൂറിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇതിന്റെ ബാക്കിൽ ഒരു സ്വിച്ച് ഉണ്ട്, അത് ജസ്റ്റ് ഓൺ ആക്കി കൊടുത്താൽ മതി, ഓട്ടോമാറ്റിക് ആയിട്ട് കറങ്ങും. ഇതെങ്ങനെയാ റേറ്റ് വരുന്നത്? ഇത് റേറ്റ് വരുന്നത് 3,600 റേറ്റ് വരുന്നത്. അതെ, നമ്മള് സാധാരണ കോഴിമുട്ട മാർക്ക് ചെയ്യാറുണ്ട്. അത് നമ്മൾ ഒരിക്കലും ഒരു മാർക്കറോണ് മാർക്ക് ചെയ്യരുത്. ജസ്റ്റ് കർലാസ്മെൻസിലോണ്ട് മാർക്ക് ചെയ്യാം. മാർക്ക് കൊണ്ട് മാർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഭാഗം അടയും, അവർക്ക് എയർസെല്ലൊക്കെ അടയും. അപ്പൊ വിരിയാനുള്ള ബുദ്ധിമുട്ട് പ്രശ്നമാണ്, കോഴിമുട്ട പൊട്ടി തെറ്റാനൊക്കെ സാധ്യത. നമ്മൾ സാധാരണ കോഴിമുട്ട മാർക്ക് ചെയ്യുന്നത് നമ്മൾ വ്യത്യസ്ത ഡേറ്റിൽ കോഴിമുട്ട വെക്കുന്നതിനും പിന്നെ പല പല കോഴിക്കുട്ടികളെ വെക്കാന്നുണ്ടെങ്കിൽ അത് തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ ജസ്റ്റ് ഒരു കോഴിമുട്ട എടുത്തിട്ട് ഇതിന് മുകളിൽ ഒന്നുകിൽ ഡേറ്റ് എഴുതി കൊടുക്കുക, ഒന്നുകിൽ ഇങ്ങനെ ഡേറ്റ് 21 എന്ന് എഴുതി കൊടുക്കുക, അല്ലെങ്കിൽ കോഴി എന്നുണ്ടെങ്കിൽ അതിന്റെ പേര് നാടൻ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. കർലാസ്മെൻസിലാണ് നല്ലത്. മാർക്കായിട്ട് ചെയ്യുമ്പോൾ അതിന് എയർസെല്ലിൽ അടയാള ചാൻസ് കൂടുതലാണ്. അതെ അതെ. മുട്ട വിരിയാതിരിക്കാനുള്ള കാരണങ്ങളാവും അല്ലേ? അതെ അതെ അതെ. നമുക്കിപ്പോ ഈ തെർമോകൂളറിലാണോ ഇൻക്യുബേറ്റർ ചെയ്യാൻ നല്ലത്? അതെ അതെ. അതുകൊണ്ടുള്ള ഗുണം എന്താ? തെർമോകൂളാകുമ്പോൾ അത്യാവശ്യം നല്ല ചൂട് നിൽക്കും, പറഞ്ഞ കറണ്ടില്ലാതെ കറണ്ട് പോലെ ഒരു 10 മണിക്കൂർ വരെ ചൂട് കിട്ടും. പിന്നെ എല്ലായിടത്തും ചൂട് ഒരേ മരുന്ന് കിട്ടും. EPS തെർമോകൂൾ എല്ലായിടത്തും ഒരേ മാർക്ക് ചൂട് കിട്ടുന്നതുകൊണ്ട് അത്യാവശ്യം കുഴപ്പമില്ലാതെ നന്നായിട്ട് വിരിയും.